ഇതാണ് നമ്മൾ മെനിഞ്ഞാന്നു ഇന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞിക്കല്ലോ. ഇതാണ് മണ്ണൂർ. കുറ്റ്യാടിയിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കുറച്ച് ഉയർന്നിട്ടാട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇതിൻ്റെ അപ്പുറത്ത് പുഴയാണ്. പുഴ കുറച്ചുകൂടി മേലോട്ട് കയറി വരുന്നതാണ്, കയറ്റത്താണ്. അപ്പോൾ പുഴയിൽ വെള്ളം കയറിയിട്ട് വീട്ടിൽ വെള്ളം കയറുന്ന രുചിയൊന്നുമില്ല. ഈ വീട്ടിൽ വെള്ളം കയറണമെങ്കിൽ കുറ്റ്യാടി ടൗണിൽ ഒരു നില ബിൽഡിംഗ് എല്ലാം വെള്ളത്തിലാണ്. അപ്പം വെള്ളം കയറുമെന്നുള്ളൊരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ശരിയല്ല. നല്ല വീടാണ്ടോ. ഏകദേശം അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വിശദമായിട്ട് നമുക്ക് ഒരു ദിവസം വന്നിട്ട് നോക്കാം. പിന്നെ 1, 2 എൻ്റെ അഭിപ്രായത്തിൽ 4 ബെഡ്റൂം എന്തായാലും ഉണ്ട്. അത് അറ്റാച്ച്ഡ് ആയിരിക്കുമല്ലോ. നല്ല താമസിക്കാനും പറ്റി വലിയൊരു പഴക്കമൊന്നുമില്ല. പിന്നെ സ്ഥലം കാണിച്ചു തരാം. നല്ല സ്ഥലം 19 സെൻറ്റ് കേട്ടോ. ഇതന്നെ വേണമെങ്കിൽ ഒരു കടമുറിയെല്ലാം എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു ഗോഡൗണോ കാര്യങ്ങളിലായി കഴിഞ്ഞാൽ ഒരു വാടകയൊക്കെ കിട്ടും. കുറ്റിയുടെ അത്രയല്ലേ ഉള്ളൂ. ഇതാണ് നല്ല സ്ഥലം കണ്ടില്ലേ. കഴുങ്ങും തെങ്ങും മറ്റുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു വീടാണ്. വലിപ്പം കുറച്ചായി വിൽക്കാനുള്ള ശ്രമത്തിൽ നടന്നിട്ടില്ല. നമ്മളെ ഗ്രൂപ്പിലിട്ടുകൊണ്ട് നടക്കുമെന്ന് തന്നെ വിചാരിക്കും. അപ്പോൾ ഒരു നല്ലൊരു കുടുംബത്തിന് താമസിക്കാനുള്ള നല്ല സൗകര്യം. അടുത്തൊക്കെ വീടുണ്ട്. ഇതവിടെ വീടുണ്ട്, തൊട്ടപ്പുറത്തുണ്ട്, ഇതവിടെ ഉണ്ട്, ഇതിൻ്റെ അപ്പുറത്തുണ്ട്. ഒരു കോളനി പോലെയൊന്നുമല്ല, ഒരു സൗകര്യപ്രദമായിട്ടുള്ള താമസിക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ലാത്തൊരു ഏരിയ ആണ്. നല്ല സൈലൻ്റ് ഏരിയ തന്നെ കണ്ടു നോക്കുമ്പോൾ. തൊട്ടടുത്ത് പുഴയും കാര്യങ്ങളും, തൊട്ടടുത്ത് പള്ളിയുണ്ട്. ഇവിടുന്ന് ഒരു 300 മീറ്റർ മാറിയാൽ സ്കൂളുണ്ട്, മദ്രസ ഉണ്ട്, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പുഴ ഇതാ. പുഴ ഉണ്ടോ, ഒരുപാട് ഉയർന്നിട്ട്. ഇനി ഈ റോഡ് കയറ്റം കുറച്ച് കയറിപ്പോന്ന കയറ്റത്തിലാണ് വീട്. അപ്പോൾ ഒരിക്കലും വെള്ളം കയറുമല്ലോ. ഇപ്പം തന്നെ പുഴേൻ്റെ താഴ്ച തന്നെ കണ്ടില്ല നിങ്ങൾ. കയറിക്കഴിഞ്ഞാൽ വെള്ളം എത്ര കയറിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പ്രളയത്തിലെല്ലാം വെള്ളം ഈ ലെവലിൽ മണ്ണിൻ്റെ ലെവലിലേ എത്തിയിട്ടുള്ളൂ. അതിൻ്റെ മേലോട്ട് കയറിയിട്ടില്ല. അപ്പോൾ ഇതാണ്ടില്ല, നല്ല പുഴ, നല്ല പ്രകൃതി സുന്ദരമായ പ്രദേശം, നല്ല സൈലൻ്റായിട്ട് പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കണമെന്നുള്ള ആൾക്കാർക്കെല്ലാം വളരെ സൗകര്യം. ഇതാണ്ടോ പള്ളി. അതാ ഇവിടുന്ന് അങ്ങോട്ടൊരു 200 മീറ്റർ മാറിയിട്ടാണ് പിന്നെ സ്കൂളും മദ്രസയൊക്കെ ഉള്ളത്. ഓക്കെ.